ആകാശപ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കിക്കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും അപൂർവമായ ചാന്ദ്രപ്രതിഭാസത്തിലൊന്നായ ബ്ലൂ മൂൺ ദൃശ്യമാകും. UAE ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അപൂർവ പ്രതിഭാസം കാണാം. ബ്ലൂ മൂൺ ഏകദേശം 2 മുതൽ 3 വർഷത്തിനിടയിൽ ഒരിക്കൽ മാത്രമാണ് സംഭവിക്കാറുള്ളത്. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം. ആകാശത്ത് അപൂർവ ചാന്ദ്രവിസ്മയം ഒരുങ്ങുന്നു. ബ്ലൂ മൂൺ കാണാൻ ലോകവും ഒരുങ്ങുന്നു. ആകാശപ്രേമികൾക്ക് ജ്യോതിശാസ്ത്ര നിരീക്ഷകർക്കും ദൃശ്യവിരുന്നൊരുക്കി ഈ വർഷത്തെ ഏറ്റവും വലിയ ചന്ദ്രപ്രതിഭാസങ്ങളിലൊന്നായ ബ്ലൂ മൂൺ സംഭവിക്കുകയാണ്. മെയ് 31 ഇത് ദൃശ്യമാകുന്നത്. UAE ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ അപൂർവ പൂർണ്ണ ചന്ദ്രപ്രതിഭാസം കാണാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിലൂടെയും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകളിലൂടെയും ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത്. ചന്ദ്രൻ കൂടുതൽ വലുപ്പത്തിലും തിളക്കത്തിലും ദൃശ്യമാകാൻ തുടങ്ങുന്നത് മെയ് 30 ശനിയാഴ്ച രാത്രി മുതൽ തന്നെയാണ്. മെയ് 31 പുലർച്ചെ ഏകദേശം 3:45 ചന്ദ്രൻ അതിന്റെ പരമാവധി അല്ലെങ്കിൽ പൂർണ്ണ പ്രകാശാവസ്ഥയിൽ എത്തുകയെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയം ഈ പ്രതിഭാസം കാണാൻ ഏറ്റവും അനുയോജ്യമാണെന്നും വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് നഗരങ്ങളിലെ കൃത്രിമ വെളിച്ചം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും. എന്താണ് ബ്ലൂ മൂൺ എന്ന് ചോദിച്ചാൽ, ഒരു കലണ്ടർ മാസത്തിനുള്ളിൽ 2 പൗർണമികൾ ഉണ്ടാകുമ്പോൾ അതിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് സാധാരണയായി ബ്ലൂ മൂൺ എന്ന് പറയാറുള്ളത്. സാധാരണയായി ഒരു മാസത്തിൽ ഒരു പൗർണമിയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചന്ദ്രന്റെ ഭ്രമണചക്രം ഏകദേശം 29.5 ദിവസമായതിനാൽ ചില വർഷങ്ങളിൽ അപൂർവമായി ഒരു മാസത്തിൽ 2 പൂർണ്ണചന്ദ്രന്മാർ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതേസമയം ബ്ലൂ മൂൺ എന്ന പേര് കേൾക്കുമ്പോൾ ചന്ദ്രൻ നീല നിറത്തിൽ കാണുമെന്ന ധാരണയാണ് പലർക്കുമുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ നിറത്തിൽ വലിയ മാറ്റമൊന്നും ഈ സമയത്ത് സംഭവിക്കാറില്ല. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നിനെ സൂചിപ്പിക്കുന്ന പേരാണ് ഈ ബ്ലൂ മൂൺ എന്ന പ്രയോഗം. കേരളത്തിലും കാലാവസ്ഥ അനുകൂലമായാൽ ഇത്തവണ ഈ മനോഹരമായ ദൃശ്യങ്ങൾ ലഭിക്കാനിടയുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അതേസമയം UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തതയോടെ ചന്ദ്രനെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിരീക്ഷകർ. അമേരിക്കൻ വെബ്സൈറ്റായ space.com പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അതത് പ്രദേശങ്ങളിലെ പ്രാദേശിക സമയം പുലർച്ചെ സൂര്യോദയത്തിന് തൊട്ടുമുമ്പുള്ള സമയമായിരിക്കും ഈ ചാന്ദ്രവിസ്മയം കാണാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കണക്കുകൾ പ്രകാരം ഈ ബ്ലൂ മൂൺ സംഭവിക്കുന്നത് ഏകദേശം 2 മുതൽ 3 വർഷത്തിനിടയിൽ ഒരിക്കൽ മാത്രമാണ്. അതിനാൽ ഈ വർഷത്തെ പ്രതിഭാസം ആകാശ നിരീക്ഷകർക്കും ഏറെ പ്രത്യേകതയുള്ളതായിരിക്കും. ആകാംക്ഷ നിറഞ്ഞ അന്തരീക്ഷം തന്നെയായിരിക്കും ആകാശത്ത് നമുക്ക് കാണാൻ പോകുന്നത്. വിസ്മയ കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.